ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സമയം എത്രയായി? ഇപ്പൊ 7:10 സൂര്യൻ ഉദിച്ചു നിൽക്കുന്നുണ്ട് ഗൈസ്. കാണിച്ചു അതൊന്നും കുഴപ്പമില്ല. രാവിലെ തന്നെ ബ്ലഡ് എടുക്കാൻ പോവാണ് ഗൈസ്. ഫാസ്റ്റിംഗില് ഇന്നലെ അമ്മയുടെ വെള്ളം കുപ്പി ഞാൻ ഒളിപ്പിച്ചു വെച്ചു. കാരണം എന്താ, അല്ലെങ്കിൽ അമ്മ രാത്രി വെള്ളം കുടിക്കും. ഫാസ്റ്റിംഗില് ബ്ലഡ് ഷുഗർ എടുക്കണം ഗൈസ്. ഏതൊക്കെ ടെസ്റ്റ് എടുക്കണം? നിനക്ക് ഫാസ്റ്റ് ബ്ലഡ് ഷുഗർ, പിന്നെ HB, എനിക്ക് കൊളസ്ട്രോള്, രാഹുലിന് കൊളസ്ട്രോൾ. ഓക്കെ, നമ്മൾ കൊളസ്ട്രോൾ, HB ബ്ലഡ് എടുക്കാൻ പോകുന്നു ഗൈസ്. കുത്തൽ പേടിയാണ്. അമ്മയ്ക്ക് കുത്തൽ പേടിയുണ്ട്. അമ്മയ്ക്ക് പേടിയുണ്ടാവില്ല, കാരണം അമ്മ ഒരുപാട് ആൾക്കാർ കുത്തിയിട്ടുള്ളതാണ്. മനസ്സിലായോ? രാഹുലിന് എന്തെങ്കിലും പറയണ്ട. രാഹുലിന് കുത്തൽ പേടിയുണ്ടോ? എന്ത്, അമ്മ നഴ്സായതുകൊണ്ടായിരുന്നു കുത്തൽ പേടിയിലെത്ത. നമ്മ ഡെയിലി വീട്ടിൽ വന്ന് കുത്തായിരുന്നു. ചെറുപ്പത്തിലൊക്കെ രാഹുലിന് ആരെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കുക, അമ്മയാണ് ഇഞ്ചക്ഷൻ എടുക്കുക. പിന്നെ ഞാൻ അവന് വാക്സിനേഷൻ ഒക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്കും ഞാൻ വന്നിട്ടാണ് എനിക്ക് സെക്കൻഡ് ഡോസ് വാക്സിനേഷൻ എടുത്തത്. എനിക്ക് അമ്മയാണ് ഇഞ്ചക്ഷൻ എടുത്തത് കേട്ടോ. പക്ഷെ ഇപ്പൊ അമ്മ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഒരുപാട് നാളെ. കാരണം അമ്മ ഇതൊക്കെ രാവിലെ അമ്മയും മോനും നടന്നിട്ട് തിരിച്ചു വന്ന വഴികളാണ്. വീണ്ടും ഞങ്ങൾ കാറിൽ പോകുന്നത്. ഈ ബസ് നമ്മുടെ CDJ, പണ്ട് അമ്മ ജോലിക്ക് പോയിണ്ടായിരുന്ന ബസ്സാണ്. ഇപ്പൊ ജോലിക്ക് പോകാത്തോണ്ട് ബസ്സിൽ പോകാറില്ല. നല്ല വെയിലുണ്ട്. രാവിലെ തന്നെ വിശക്കണുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, ബ്ലഡ് എടുത്തിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ. ഇന്നലെ തൊട്ട് ഒന്നും കഴിക്കാത്തതുകൊണ്ട് 10 മണിക്ക് ശേഷം എനിക്ക് ഇന്ന് എന്താന്ന് അറിയില്ല, വിശക്കണു. ഇന്ന് എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അത് ഞാൻ വെള്ളം കുപ്പി സമയമില്ല. സമയം ഓൾറെഡി ഇപ്പൊ തന്നെ 7:15. ഇനി ബ്ലഡ് എടുത്ത് വരുമ്പോഴേക്കും ലേറ്റ് ആവും. നമുക്ക് നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ആകെ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും മേടിച്ചിട്ട് പോകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഈ അവിടെ എത്തിയിട്ട് കാണാം. എവിടെയാണ് ബ്ലഡ് എടുക്കാൻ പോണത്? ജീവ ലാബ്, മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിന്റെ അടുത്തിട്ടാ. ഇപ്പൊ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ അവിടെ പോയി ബ്ലഡ് എടുക്കാം. ഞങ്ങൾ അവിടെയാണ് പോയി ബ്ലഡ് എടുക്കാറ്. ഓക്കെ, ഇല്ല എല്ലാതും നമ്മള് ബ്ലഡ് എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ജീവ ലബോറട്ടറി. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം എന്തൊക്കെ ടെസ്റ്റ് എടുക്കണമെന്ന് അമ്മ റിസീറ്റ് എടുക്കുകയാണ്. നമ്മളായിരുന്നു ഇന്ന് അവിടുത്തെ ഫസ്റ്റ് കസ്റ്റമർ എന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ എന്നെ വിളിച്ചു ഗൈസ് ബ്ലഡ് എടുക്കാനായിട്ട്. അപ്പൊ ഞാൻ അവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ബ്ലഡ് എടുക്കുന്നത് ഭയങ്കര പേടിയാണ്. ഒരു ചെറിയ കുത്താണെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഗൈസ്. എന്താണെന്നറിയില്ല, നിങ്ങൾ ഇങ്ങനെ തന്നെയാണ്? ഇത്ര വലുതായാലും സൂചി കുത്താൻ പേടിയാണ്. ശരിയാ. ശരിയാ, എല്ലാരും കുത്തുമ്പോ ആലോചിക്കണം സ്വന്തമായിട്ട് എപ്പോഴും കുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുത്തല് കഴിഞ്ഞു. ഇനി 2 മണിക്കൂറിന് ശേഷം വരണം. അതെങ്ങനെ എല്ലാവർക്കും ഉണ്ടോ? 2 മണിക്കൂറിന്റെ ഉള്ളില്. 2 മണിക്കൂറിനുള്ളിൽ എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് 2 മണിക്കൂറിന്റെ ഉള്ളില് നിനക്ക് മാത്രം. എത്ര വട്ടം കുത്തണം? അത് കുഴപ്പമില്ല, ആവശ്യത്തിന് കുത്തുന്നുണ്ട്. വഴികളൊക്കെ ഞാൻ മറക്കില്ല. കാരണം കഴിഞ്ഞ കോവിഡിന്റെ സമയത്ത് കറക്റ്റ് കോവിഡിന്റെ ടൈമിലാണ്. അതെ, കറക്റ്റ് കോവിഡിന്റെ ടൈമില് അമ്മ വർക്ക് ചെയ്തിട്ടുള്ള PHC ആണ് ഈ കാണുന്ന അവണൂർ PHC. പറഞ്ഞിട്ടില്ല, കഴിഞ്ഞ 3 വർഷം അമ്മ വർക്ക് ചെയ്ത അവണൂർ PHC ആണ്. ഒരുപാട് പേരെ കോവിഡ് വാക്സിൻ കുത്തി വെച്ചിട്ടുണ്ട്. ആ സ്ഥലമാണ് ഈ സ്ഥലം. പക്ഷെ തുറന്നിട്ടില്ല. 9 മണിയൊക്കെ ആവും തുറക്കുമ്പോ. എന്താ കുറെ ആൾക്കാരെ കുത്തിവെച്ച കാരണമാണോ? 2021-22 സമയങ്ങളിൽ കോവിഡ് വാക്സിനേഷൻ അവണൂർ PHCയിൽ വന്നിട്ടുണ്ടെങ്കിൽ 2021-22 ടൈമിൽ കോവിഡ് വാക്സിനേഷൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്ററുടെ മുഖം സുപരിചിതമായിരിക്കും. ഒരു അമ്പലമുണ്ട്, ഗണപതിയുടെ ഒരു അമ്പലം. ഗട്ടറുണ്ട്. ഇപ്പോഴും അവണൂർ PHCയില് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ അവണൂർ PHCയിൽ തിരിച്ചു വരുമ്പോൾ പിന്നെ നമ്മൾക്ക് കാണാൻ പറ്റുന്നതാണ് മെഡിക്കൽ കോളേജ്. അതായത് നമ്മുടെ തൃശ്ശൂർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ്. അപ്പൊ ആ വഴിയിലൂടെയാണ് പിന്നെ നമ്മൾ വീട്ടിൽ ജോലിക്ക് പോകാൻ തോന്നുന്നത്. ഒരിക്കലും ഇപ്പൊ നമ്മൾ പോകുന്നത് ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ ടൂർ പോവല്ല, നമ്മള് ഡെന്റൽ കോളേജ്. ഇതാണ് പണി നടന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു ഡെന്റൽ കോളേജ്. അതെ, അപ്പൊ റെനോവേഷൻ ആയിരിക്കില്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ. അയ്യോ, പോലീസ് രാവിലെ ഓടിക്കോ. പോലീസിനെ കണ്ട എനിക്ക് പണ്ട് തൊട്ടേ പേടിയാ. എന്താന്നറിയില്ല. ഇതാണ് നമ്മുടെ
പാടത്തിന്റെ സൈഡ്. പക്ഷെ ഉണ്ടല്ലോ ഇപ്പൊ കാണുന്ന ഭംഗിയൊന്നും നല്ലൊരു മഴ പെയ്ത ഉണ്ടാവില്ല. നല്ലൊരു മഴ പെയ്ത റോഡ് മൊത്തം വെള്ളം. ഇപ്പൊ വെള്ളം കുറച്ച് താഴ്ന്നു അല്ലേ? അതുകൊണ്ട് ഇതാണ് ഏത് സ്കൂളമ്മ? NSS VHS മുണ്ടത്തിക്കോട്. അതായത് അമ്മ പഠിച്ച സ്കൂള്. ഈ സ്കൂളിൽ പഠിച്ച ആൾക്കാർ ഇപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ നമ്മൾ വീടെത്തി. അപ്പൊ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ അച്ഛനോട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ ദോശയും സാമ്പാറും ഒക്കെ മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഇഷ്ടം എല്ലാവരും പുട്ടും ചിക്കൻ കറി. പിന്നെ അങ്ങനെ പിന്നെ ഞങ്ങൾ വന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. കാരണം കഴിച്ചു കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ബ്ലഡ് എടുക്കാൻ പോവായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ബൈ, ലവ് യു.